സീഡിറ്റിന്റെ ICT കോംപ്ലക്സിന്റെ പ്രവർത്തനോദ്ഘാടനവും നിർമ്മിത ബുദ്ധി സൈബർ സെക്യൂരിറ്റി ലാബുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വ്യവസായ IT AI വകുപ്പുകളുടെ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവർകളെയും ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പുകളുടെ മന്ത്രി ശ്രീ K മുരളീധരൻ അവർകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. AI യുഗം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം വളരെ വലിയ ഒന്നാണ്. അതിനനുസരിച്ച് നമ്മളൊക്കെ മാറേണ്ടി വരും. അതാത് കാലഘട്ടത്തിൽ പ്രധാനമായ തീരുമാനങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ എടുത്തു പോകണം. നമുക്കറിയാം, കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ടെക്നോളജി മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറിയില്ല എങ്കിൽ നമ്മൾ പൊഴിഞ്ഞു പോകും, നമ്മൾ ഇല്ലാതായി പോകും, ഓപ്പർച്യൂണിറ്റി ഇല്ലാതായി പോകും. നമുക്കറിയാം, സീഡിറ്റ് പ്രാരംഭം തൊട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. യങ്സ്റ്റേഴ്സ് നിരവധി സ്റ്റാർട്ടപ്പ് പ്രപ്പോസലും അതുപോലെ തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പുതിയ ഐഡിയാസും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അവർക്കനുസരിച്ച് സിസ്റ്റം ഉയരണം. സിസ്റ്റം ഈ പറയുന്ന പുതിയ നമ്മൾ ജൻസി എന്ന് വിളിക്കുന്ന ഐഡിയാസും കൊണ്ട് ക്യൂ നിൽക്കുന്ന നമ്മുടെ യുവതലമുറക്കനുസരിച്ച് മാറിയില്ല എങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു ഒരു സംശയം വേണ്ട, നമ്മുടെ മുമ്പിൽ പോകാൻ ആളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നേരത്തെ വളരെ തറവായിട്ട് ആലോചിച്ചത് എങ്ങനെ ഈ ആധുനിക ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകൾക്ക്, സ്റ്റാർട്ടപ്പുകൾക്ക്, ഐഡിയാസിന്, അതുപോലെ തന്നെ അവർക്കൊക്കെ സൗകര്യം ഒരുക്കാൻ വേണ്ടി കാത്തു കഴിയുന്ന ഇൻവെസ്റ്റേഴ്സിന്, അവർക്ക് ഹാർഡ്വെയറിൽ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സുകളിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ട, സിസ്റ്റം മാറേണ്ട, നിയമം മാറേണ്ട, അതുപോലെ തന്നെ സമ്പ്രദായങ്ങൾ മാറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സീഡിറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാനിത് മെൻഷൻ ചെയ്യാനുള്ള കാരണം, സീഡിറ്റാണ് ഒരു സമയത്ത് പൈലറ്റ് ചെയ്തിരുന്നത്, ശരിയാണ്. പക്ഷേ ഇനിയും അങ്ങനെ പൈലറ്റ് ചെയ്ത് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ സീഡിറ്റും അതിനനുസരിച്ച് ഒരുങ്ങേണ്ടി വരും. ശരിക്ക് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസിനനുസരിച്ച് മാറി എന്നും സീഡിറ്റിൻ്റെ റോള് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ശിലാസ്ഥാപനം ഈ സ്ഥാപനത്തിൻ്റെ നടത്തിയപ്പോൾ സ്ഥലം MLA എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ആധുനിക AI സംവിധാനത്തിലേക്ക് സീഡിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങിലും സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഗവേഷണം നടത്താനും വികസനോന്മുഖമായ മാധ്യമ സംവേദന ഉപാധികൾ ആവിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് 1988 സീഡിറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനും സ്ഥാപിക്കാനും സീഡിറ്റിന് കഴിയും. ഏതായാലും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു AI സംവിധാനം തുടക്കത്തിൽ തന്നെ ഏർപ്പെടുത്തിയത്. കാരണം ഒരുപാട് നിവേദനങ്ങളൊക്കെ കിട്ടുമ്പോൾ സാധാരണയൊക്കെ പല നിവേദനങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം ഈ ഒരു തുണ്ട് കടലാസൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള പ്രയാസം കാരണമായിരുന്നു. ഈ സംവിധാനത്തിലേക്ക് വന്നതോടുകൂടെ കുറേയൊക്കെ പരിഹാരം കാണാൻ കഴിഞ്ഞതിൻ്റെ കാരണം ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച്, എന്നാൽ അതേ സമയത്ത് ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളും അതും പരിഹരിക്കുന്ന കാര്യത്തിൽ സീഡിറ്റ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന്
ഇവിടുത്തെ ചില സംവിധാനങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും നാടിൻ്റെ നന്മയ്ക്ക്, കേരളത്തിൻ്റെ വികസനത്തിന് IT രംഗത്തിൻ്റെ ഒരു പ്രധാന സംഭാവനയായി ഇന്ന് സീഡിറ്റ് മാറിയിരിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും, വകുപ്പിന് എല്ലാ കാലത്തും, ഇപ്പോൾ നമുക്കറിയാം IT വകുപ്പിൻ്റെ സത്യം പറഞ്ഞാൽ ആദ്യത്തെ മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. 2001 അന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വെറും പേരിന് മാത്രം ഉണ്ടായിരുന്ന IT വകുപ്പിനെ ഏറ്റവും കാര്യക്ഷമമാക്കാൻ 2 കാലഘട്ടങ്ങളിലായി 2001, 2006, 2011, 2016 വരെയുള്ള 10 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ വകുപ്പിന് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകാൻ കഴിഞ്ഞു. സീഡിറ്റിന്റെ ICT കോംപ്ലക്സിന്റെ പ്രവർത്തനോദ്ഘാടനവും നിർമ്മിത ബുദ്ധി സൈബർ സെക്യൂരിറ്റി ലാബുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട വ്യവസായ IT AI വകുപ്പുകളുടെ മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവർകളെയും ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പുകളുടെ മന്ത്രി ശ്രീ K മുരളീധരൻ അവർകളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. AI യുഗം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റം വളരെ വലിയ ഒന്നാണ്. അതിനനുസരിച്ച് നമ്മളൊക്കെ മാറേണ്ടി വരും. അതാത് കാലഘട്ടത്തിൽ പ്രധാനമായ തീരുമാനങ്ങൾ അതാത് കാലഘട്ടങ്ങളിൽ എടുത്തു പോകണം. നമുക്കറിയാം കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ടെക്നോളജി മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറിയില്ല എങ്കിൽ നമ്മൾ പൊഴിഞ്ഞു പോകും, നമ്മൾ ഇല്ലാതായി പോകും, ഓപ്പർച്യൂണിറ്റി ഇല്ലാതായി പോകും. നമുക്കറിയാം സീഡിറ്റ് പ്രാരംഭം തൊട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. യങ്സ്റ്റേഴ്സ് നിരവധി സ്റ്റാർട്ടപ്പ് പ്രപ്പോസലും അതുപോലെ തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള പുതിയ ഐഡിയാസും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. അവർക്കനുസരിച്ച് സിസ്റ്റം ഉയരണം. സിസ്റ്റം ഈ പറയുന്ന പുതിയ നമ്മൾ ജൻസി എന്ന് വിളിക്കുന്ന ഐഡിയാസും കൊണ്ട് ക്യൂ നിൽക്കുന്ന നമ്മുടെ യുവതലമുറക്കനുസരിച്ച് മാറിയില്ല എങ്കിൽ നമ്മൾ പിന്തള്ളപ്പെട്ടു ഒരു സംശയം വേണ്ട, നമ്മൾ മുമ്പിൽ പോകാൻ ആളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നേരത്തെ വളരെ തറവായിട്ട് ആലോചിച്ചത് എങ്ങനെ ഈ ആധുനിക ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലുകൾക്ക്, സ്റ്റാർട്ടപ്പുകൾക്ക്, ഐഡിയാസിന്, അതുപോലെ തന്നെ അവർക്കൊക്കെ സൗകര്യം ഒരുക്കാൻ വേണ്ടി കാത്തു കഴിയുന്ന ഇൻവെസ്റ്റേഴ്സിന്, അവർക്ക് ഹാർഡ്വെയറിൽ, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സുകളിൽ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറേണ്ട, സിസ്റ്റം മാറേണ്ട, നിയമം മാറേണ്ട, അതുപോലെ തന്നെ സമ്പ്രദായങ്ങൾ മാറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സീഡിറ്റിൻ്റെ ഒരു പ്രോഗ്രാമിൽ ഞാനിത് മെൻഷൻ ചെയ്യാനുള്ള കാരണം,
സീഡിറ്റാണ് ഒരു സമയത്ത് പൈലറ്റ് ചെയ്തിരുന്നത് ശരിയാണ്. പക്ഷേ ഇനിയും അങ്ങനെ പൈലറ്റ് ചെയ്ത് തന്നെ പോകണം എന്നുണ്ടെങ്കിൽ സീഡിറ്റും അതിനനുസരിച്ച് ഒരുങ്ങേണ്ടി വരും. ശരിക്ക് ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ചേഞ്ചസിനനുസരിച്ച് മാറി എന്നും സീഡിറ്റിൻ്റെ റോള് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. ശിലാസ്ഥാപനം അന്ന് ഈ സ്ഥാപനത്തിൻ്റെ നടത്തിയപ്പോൾ സ്ഥലം MLA എന്നുള്ള നിലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ആധുനിക AI സംവിധാനത്തിലേക്ക് സീഡിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചടങ്ങിലും സ്ഥലം MLA എന്നുള്ള നിലയ്ക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഗവേഷണം നടത്താനും വികസനാത്മകമായ മാധ്യമ സംവേദന ഉപാധികൾ ആവിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് 1988 സീഡിറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ആരംഭം എന്ന് പറയുന്നത്. അങ്ങനെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനും സ്ഥാപിക്കാനും സീഡിറ്റിന് കഴിയും. എന്നാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു AI സംവിധാനം തുടക്കത്തിൽ തന്നെ ഏർപ്പെടുത്തിയത്. കാരണം ഒരുപാട് നിവേദനങ്ങളൊക്കെ കിട്ടുമ്പോൾ സാധാരണയൊക്കെ പല നിവേദനങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം ഈ ഒരു തുണ്ട് കടലാസൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള പ്രയാസം കാരണമായിരുന്നു. ഈ സംവിധാനത്തിലേക്ക് വന്നതോടുകൂടെ കുറേയൊക്കെ പരിഹാരം കാണാൻ കഴിഞ്ഞതിൻ്റെ കാരണം ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച്, എന്നാൽ അതേ സമയത്ത് ഇതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങളും അതും പരിഹരിക്കുന്ന കാര്യത്തിൽ സീഡിറ്റ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇവിടുത്തെ ചില സംവിധാനങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും